ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ പോളിനോമിയൽസിന്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ 2.2 ക്വസ്റ്റ്യൻ നമ്പർ 1ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. അപ്പൊ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സീറോസ് കണ്ടുപിടിക്കണം. പിന്നെന്താ, ഈ സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 6x² - 3 - 7x അല്ലേ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ x² ഇവിടെയും 7x ഇവിടെയാണ് അല്ലേ. നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എടുക്കുമ്പോൾ -7x മിഡിൽ ആയിട്ട് വരുന്ന ഇത് നമുക്ക് എന്താ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ എന്ത് ചെയ്യണം? ഓർഡറിലാക്കണം. ഇപ്പൊ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ആദ്യം x² വരും, പിന്നെ x വരും, പിന്നെ കോൺസ്റ്റന്റ് വരും. ക്യൂബിക് ആണെങ്കിൽ ആദ്യം x³ വരും, പിന്നെ x² വേണം, x വരും, പിന്നെ കോൺസ്റ്റന്റ് വരും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ അതിനെ എന്ത് ചെയ്യണം? ഒന്ന് റീ അറേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6x² - 7x - 3. ഇനിയിപ്പോൾ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. മിഡിൽ ടേം ഏതാ? -7x അല്ലേ. ഈ 7xനെ നമ്മൾ മാറ്റി എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റന്റും കോഎഫിഷ്യന്റ് ഓഫ് x² കൂടി ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? -3 × 6 = -18 അല്ലേ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എന്ത് വരണം? -18 വരണം. സം എന്ത് വരണം? -7x വരണം അല്ലേ. അതായത് ഏതോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് -18 കിട്ടണം. ഏതോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം -7x കിട്ടണം. അപ്പൊ നമ്മൾ ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കിട്ടേണ്ട നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കണ്ടേ അല്ലെ. അപ്പം -18 കിട്ടാൻ വേണ്ടിയിട്ട് 18 പ്രോഡക്റ്റ് കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1ഉം 18ഉം ഉണ്ട് അല്ലേ. 2ഉം 9ഉം ഉണ്ട് അല്ലേ. പിന്നെ ഏതൊക്കെയും ഉണ്ടോ? തൽക്കാലം ഇത് വെച്ച് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ -18 വരണം. ആഡ് ചെയ്യുമ്പോൾ -7 വരുമ്പോൾ ഇത് പറ്റത്തില്ല അല്ലേ. അപ്പൊ 2ഉം 9ഉം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ 11 വരും, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 വരും അല്ലേ. അതായത് 2 + -9 എന്ത് വരും? -7 വരും. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം അല്ലേ. അപ്പൊ 2ഉം 9ഉം സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എന്ത് വരും? 2 × -9 = -18. 2 + -9 = 7x. 7x അല്ലേ കിട്ടണ്ടേ. അപ്പൊ ഇവിടെ ഒരു x കൊടുക്കുന്നു, ഇവിടെ ഒരു x കൊടുക്കുന്നു. ക്ലിയർ? ഇനി നമുക്ക് ഈ ടേമിനെ, ഈ ക്വാഡ്രാറ്റിക്കിനെ എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? -7x പകരം ഇത് കൊടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയേ, 6x² പ്ലസ് എന്ത് വരും? 2x - 9x പിന്നെന്ത് വരും? -3. ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റെപ്പ് ഇതിന്റെ എന്ത് ചെയ്യണം? നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്കിത് കോമൺ എടുക്കണം. അതിന് ആദ്യത്തെ രണ്ട് ടേം എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യുന്നു, പെയറാക്കി എടുക്കുന്നു. പെയറാക്കി എടുക്കുമ്പം ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം? കോമൺ ഉള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി എന്ത് ഫാക്ടേഴ്സ് ഇടാം. 6 ആകുമ്പോൾ 2 × 3, ഇവിടെ എന്ത് വരും? x × x. 2ന്റെ 2 × x തന്നെ. അപ്പൊ രണ്ടിടത്തും കോമൺ എന്തുണ്ട്? 2x ഉണ്ട്, ഇവിടെ ഒരു 2x ഉണ്ട്. അപ്പൊ 2x കോമൺ എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് എന്ത് ഇവിടെ ഉണ്ട്? 3x + 1. ഓക്കെ, ഇനി സെക്കൻഡ് ടേം എടുക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഈ ബ്രാക്കറ്റിൽ വരുന്ന ടേംസ് തന്നെ രണ്ടാമത്തെ ബ്രാക്കറ്റിലും എടുക്കുക, 3x + 1. ഓക്കെ, ഇനി എന്താ ഇവിടെ ഇത് വരുന്നത്? ഫാക്ടേഴ്സ് 3 × 3 × x. ഇവിടെ 3 മാത്രം. അപ്പൊ 3x + 1 ആണ് നമ്മൾ വന്നത്. കോമൺ ആയിട്ട് വരുന്നത് 3 മാത്രമേ ഉള്ളൂ, അത് ഇവിടെ എഴുതുക. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 3 × 3 9x
പിന്നെന്തോരും 3 × 1 3. ഇനി സൈൻ നോക്കണം അല്ലേ? ഇവിടെ -9x ആ. അപ്പം നമ്മൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്ത് നോക്കിയേ. -3 × 3x എന്ത് വരും? -9x. -3 × 1 എന്ത് വരും? -3. ഇതല്ലേ എളുപ്പം? ഇങ്ങനെ അപ്പം ചെയ്തു. ഇനി എന്താ വരണ്ടേ? ഈ കിട്ടിയ ടേമിനകത്തുനിന്ന് 3x + 1ഉം ഈ 3x + 1ഉം എന്താണ്? കോമൺ ആണ് അല്ലേ? അപ്പം നമ്മൾ അത് എഴുതുന്നു. 3x + 1 ഇനി കോമൺ എടുക്കുന്നു. ബാലൻസ് എന്തുണ്ട്? ഇവിടെ 3x + 1 പോയാൽ 2x, ഇവിടെ -3. ഓക്കെ. ഇനിയിപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്? ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ. ഇത് ഫാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ? സീറോസ് കണ്ടുപിടിക്കാം. അപ്പോൾ 3x + 1 = 0. പിന്നെ എന്ത് വരും? 2x - 3 = 0. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? 3x = ഈ +1 ഇപ്പുറത്ത് പോകുമ്പോൾ -1, x = -1. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് ഇവിടെ വരുമ്പോൾ ഡിനോമിനേറ്ററിൽ. ഇവിടെ എന്ത് എഴുതും? 2x = ഈ -3 ഇപ്പുറത്ത് വരുമ്പോൾ +3 ആവും. x = 3. ഈ 2നെ ഇപ്പുറത്ത് വരുമ്പോൾ 2. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x = -1/3 and 3/2 are the zeros of the polynomial. അപ്പോൾ സീറോസ് കിട്ടി അല്ലേ? സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ റിലേഷൻ കണ്ടുപിടിക്കണം അല്ലേ? സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ zeros of the polynomial. Then alpha = നമുക്ക് എന്തെടുക്കാം? -1/3 and beta = 3/2. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 6x² - 7x - 3. ഇവിടെ a എന്ത് വരും? 6. b എന്ത് വരും? -7. c എന്ത് വരും? -3. സം ഓഫ് സീറോസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സം ഓഫ് സീറോസ് = എന്താ? ആൽഫ + ബീറ്റ = ഇക്വേഷൻ എങ്ങനെ? -b/a. ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? -1/3 + 3/2. -b/a എന്ന് പറഞ്ഞാൽ -7/a എന്താ? 6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? രണ്ട് ഫ്രാക്ഷൻ അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. -1 × 2 + 3 × 3 ഡിവൈഡഡ് ബൈ 3 × 2. ഇവിടെ -(- എന്ത് വരും? 7/6. ഇവിടെ എന്ത് വരും? -2 + 3 3 അല്ല 9 ഡിവൈഡഡ് ബൈ 6 = 7/6. ഇനി -2ന്ന് 9 പോയാൽ എന്ത് കിട്ടും? 7. അപ്പോൾ 7/6 = 7/6. കിട്ടിയില്ലേ? എന്തായി? LHS = RHS. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് സീറോസ് = ആൽഫ ബീറ്റ = c/a. അപ്പോൾ ഇവിടെ എന്ത് വരും? -1/3 × 3/2 = c എന്ന് പറഞ്ഞാൽ എന്താ? -3 ഡിവൈഡഡ് ബൈ a എന്താ? 6. ഇവിടെ ഒരു 3യും 3യും ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പോൾ -1/2. ഇവിടെ എന്ത് വരും? 3യും 6ഉം കോമൺ ഉള്ളത്. അപ്പോൾ 1/2. അപ്പോൾ -1/2 അല്ലേ? ഇവിടെ എന്ത് കിട്ടി? LHS = RHS. അപ്പോൾ എന്ത് കിട്ടി? ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 4th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 4th ക്വസ്റ്റ്യൻ 4u² + 8u. ഇവയുടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സീറോസ് കണ്ടുപിടിക്കണം. സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ?
ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ടായിരുന്നു അല്ലേ. ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, കോൺസ്റ്റന്റ് ടേം ഇല്ല, 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫാക്ടേഴ്സ് എടുത്തിട്ട് കോമൺ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പൊ ഈ 4u² പ്ലസ് 8u, ഇതിന്റെ ഫാക്ടേഴ്സ് 4u² എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 ഇൻറ്റു u²ന്റെ u ഇൻറ്റു u അല്ലേ. 8ന്റെ എങ്ങനെ വരും, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു u. അപ്പൊ രണ്ടിടത്തും കോമൺ എന്തുണ്ട്, ഒരു 2 ഇൻറ്റു 2ഉം u ഉണ്ട്, ഇവിടെയും 2 ഇൻറ്റു 2 u ഉണ്ട്. അപ്പൊ 4u കോമൺ എടുത്താൽ ബാലൻസ് എന്തുണ്ട്, ഇവിടെ u ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഇതെന്താണ്, നമുക്ക് ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ 4u ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ u എന്ത് വരും, 0. u പ്ലസ് 2 ഈക്വൽ ടു 0 അങ്ങനെ പറഞ്ഞാൽ u എന്ത് വരും, -2. ഇതാണ് നമ്മളുടെ സീറോസ്. അപ്പൊ u ഈക്വൽ ടു 0 ആൻഡ് -2 ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, ക്ലിയർ. സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് കണ്ടുപിടിക്കാം, സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ദെൻ നമുക്ക് ആൽഫ ഈക്വൽ ടു 0 എന്ന് എടുക്കാം, ബീറ്റ ഈക്വൽ ടു -2 എന്ന് എടുക്കാം അല്ലേ. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, 4u² പ്ലസ് 8u. ഇവിടെ നമുക്ക് a എന്താ 4, b എന്താണ് 8, c എന്താണ് 0, c ഇല്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കാം അല്ലേ. സം ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നമുക്ക് എങ്ങനെ -b/a അല്ലേ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് -2 ഈക്വൽ ടു -b എന്ന് പറഞ്ഞാൽ എന്ത് വരും, -8/a എന്ന് പറഞ്ഞാൽ 4. ഇവിടെ 0 പ്ലസ് -2 എന്ത് വരും, -2. ഇവിടെ 8ഉം 4ഉം കൂടെ ക്യാൻസൽ ആയാൽ -2, വിച്ച് ഇംപ്ലൈസ് LHS ഈക്വൽ ടു RHS. കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പ്രോഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കണം അല്ലേ. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്താ, ആൽഫ ബീറ്റ ഈക്വൽ ടു c/a. അപ്പൊ ആൽഫ എന്താ 0, ബീറ്റ എന്താ -2, c എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു 0 ബൈ a എന്താ വരുന്നത് 4. 0 ഇൻറ്റു -2 0, 0/4 ഈക്വൽ ടു 0. അപ്പൊ എന്ത് വരും, LHS ഈക്വൽ ടു RHS. അപ്പൊ എന്തെഴുതാം, ഹെൻസ് വെരിഫൈഡ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.